അപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുണ്ടള ഡാം പരിസരത്ത് കൂടി കടന്ന് പിന്നെ ടോപ്പ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ പോയി. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലൊന്നും ഇറങ്ങിയിട്ടില്ല, കാര്യം നമ്മൾ നേരത്തെ തന്നെ ടോപ്പ് സ്റ്റേഷനൊക്കെ കവർ ചെയ്തതാണ്. ആ റൂട്ട് അങ്ങനെയാണ്. ആ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊടൈക്കനാൽ റൂട്ടാണ്, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഇനി മുന്നോട്ട് പോകുന്നത് മറ്റൊരു ഷോള ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോള ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞു, ആനമുടി ഷോള ഫോറസ്റ്റ് കണ്ടു. പിന്നെ ഇനി നമ്മൾ പോകുന്നത് പാമ്പാടും ഷോള നാഷണൽ പാർക്ക്. ഇതും ഒരു നാഷണൽ പാർക്കാണ്. ഷോള ഫോറസ്റ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നല്ല തണുപ്പാണ്, പിന്നെ നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഒരുപാട് മൃഗങ്ങളൊന്നും അങ്ങനെ കാണില്ല, വന്യജീവികൾ. അപ്പോൾ നമ്മൾക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ കടന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത്. വട്ടവട എന്ന് പറയുമ്പോൾ അവിടെ കൃഷി സ്ഥലങ്ങൾ, ഗ്രാമം, ധാരാളം വീടുകൾ ഒക്കെയുള്ള സ്ഥലം. അപ്പോൾ ഗ്രാമീണരുടെ ഇടയിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മൾ ഈ ഷോള ഫോറസ്റ്റിലൂടെ വീണ്ടും കടന്നു പോവുകയാണ്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോറസ്റ്റ് ഏരിയ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ പാമ്പാടും ഷോള നാഷണൽ പാർക്ക്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഏതാണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിയിരിക്കുകയാണ്. അതായത് വട്ടവട ആൻഡ് കോവിലൂർ. ഇത് 2 ഗ്രാമപ്രദേശങ്ങളാണ്. മനോഹരമായ ഗ്രാമങ്ങൾ എന്ന് പറയാം. കാര്യം ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട, നമ്മുടെ തമിഴ്നാട്ടിലേക്കാണെങ്കിലും കേരളത്തിലേക്കുള്ള എല്ലാ പച്ചക്കറികളും, പ്രധാന പച്ചക്കറികളും ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാം. അപ്പം ഒരു കൃഷി ഏരിയയാണിത്. ആ കാണുന്നതാണ് വട്ടവട എന്ന് പറയുന്ന ഗ്രാമം. അവിടെ കുറേ വീടുകൾ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വില്ലേജാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ കൃഷി പ്രദേശങ്ങളിലാണ് കൃഷി നടക്കുന്നത്. എല്ലാം സ്റ്റെപ്പ് കൾട്ടിവേഷനാണ്. കണ്ടില്ലേ, തട്ടായിട്ട് കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിരിക്കുവാണ്. അവിടെ എല്ലാം കൃഷി തുടങ്ങിയിട്ടുമുണ്ട് ചില ഭാഗങ്ങളിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് കോവിലൂരിൽ കുറച്ചുകൂടെ വലിയൊരു ഗ്രാമമാണ്. ഇത് കണ്ടില്ലേ, കൂടുതൽ വീടുകളുണ്ട്. താഴേക്ക് അതുപോലെ പടിയായിട്ടിങ്ങനെ സ്റ്റെപ്പ് കൾട്ടിവേഷൻ പോലെ ഇങ്ങനെ. ഇതെല്ലാം നമ്മൾ ഹിമാചൽ പ്രദേശിൽ, നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ സ്റ്റെപ്പ് കൾട്ടിവേഷൻ കാണില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിലും കാണുന്ന കൃഷി ഇടങ്ങൾ എല്ലാം. അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെ അത്തരം വെജിറ്റബിൾസ് എല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രധാന കൃഷി സ്ഥലമാണ്. ഇത് കാണണം എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു മേളിൽ നിന്ന്, റോഡിൽ നിന്ന് കാണുകയാണ്. ഇനി നമ്മൾ അവിടേക്ക് ഇറങ്ങിപ്പോകാൻ പോവുകയാണ്. ഇനി മുന്നോട്ട് യാത്ര തുടരാം. ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്. അടുത്തടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളാണ് വട്ടവടയും കോവിലൂറും. നമ്മളിപ്പോൾ വട്ടവട എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുത്തിറക്കാണ്. പക്ഷേ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ വാഹനം, ജീപ്പ് കടന്നു പോകും. അതിങ്ങനെ താഴോട്ട് പോകണം. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാഴ്ച കണ്ട് നിന്നതാണ്. ഇവിടെ കുറേ സ്ത്രീകളിരുന്ന് പച്ചില മരുന്നുകൾ ഇങ്ങനെ ശേഖരിക്കുന്ന കാഴ്ച. അപ്പോൾ പല മരുന്ന് കമ്പനികൾക്കും വേണ്ടിയും പച്ചിലകൾ, അതിനാവശ്യമുള്ള ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് കൊടുക്കുന്നത് ഇവിടെ നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോകാം. അപ്പോൾ എന്നോടൊപ്പം എന്നെ സഹായിക്കാനായിട്ട് ഒരാളും കൂടിയുണ്ട്. അദ്ദേഹം ഭഗവതി അപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മൾ കാന്തല്ലൂരിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ പ്രദേശങ്ങളിലെ കാര്യങ്ങളെല്ലാം പുള്ളിക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ ഇതിങ്ങനെ ഈ പച്ചില മരുന്നുകൾ ശേഖരിക്കുന്ന സ്ഥലമാണ് വട്ടവടയിൽ അല്ലേ? ഇവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകും മരുന്ന് കമ്പനി എന്ന് വെച്ചാൽ ആയുർവേദ മരുന്നല്ലല്ലോ, മറ്റേ ഇംഗ്ലീഷ് മെഡിസിൻസിന് ആവശ്യമായ ആവശ്യമുള്ള സസ്യങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരും ഇതെന്താ സംഭവം? ഈ സംഭവം കാട്ടുകൂട്ടാന്ന് പറയും. കാട്ടുകൂട്ടാന്ന് പറയും. ഇത് പഴം ഒരു ഫ്രൂട്ടാണ്. ഇത് ഓക്കെ, ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ്. ഇതിന്റെ കൊടി വന്നിട്ട് ആയുർവേദ പൽവേദന അതിനൊക്കെ കൊണ്ടുപോകും. വയറ്റുപുണ്ണ് ഇതിന്റെ കൊടിയായിരിക്കും, തേർന്നിട്ട് വായിക്കും കൊടുക്കുന്നത്. സേവിച്ചിട്ട് ഇവിടെ കളക്ട് ചെയ്ത് ഇതുപോലെ ഇംഗ്ലീഷ് മെഡിസിനാണ്. ഇത് വലിയ വള്ളികളായിട്ട് വരും. ഇവിടെ കൊണ്ടുവരും. വള്ളി വേറെ ഇല വേറെ അങ്ങനെ ആക്കോ? വലിയ വള്ളിയായിട്ട് വരുന്നത് ഇവിടെ പീസസാക്കി ഉണക്കി കൊടുക്കും. ഓക്കെ, വലിയ വള്ളിപ്പടർപ്പായിട്ടുള്ള ചെടിയാണ്. ഇതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി അവരതിനെ ഉണക്കി ആണ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ മുഴുവൻ ഉണക്കാനിട്ടിരിക്കുകയാണ് പീസസ്. ഇത് ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആ കായെന്ന് പറയുന്നതും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വകുപ്പാണ്, ഒരു വകഭേദമാണ്. പക്ഷേ ഇത് ഭയങ്കര പുളിയുള്ള കായെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചു പാഷൻ ഫ്രൂട്ടാണെന്ന്. കാര്യം പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിപ്പടർപ്പും ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ഇലകൾ. പക്ഷേ അതിൻ്റെ ആ സെയിം ഫാമിലിയിൽ വരുന്ന ഇലകളാണ്. കണ്ടില്ലേ, വലിയ ലോങ് ആയിട്ടുള്ള വള്ളിയാണ് ഇങ്ങനെ നീളത്തിന്. അത് അവർ മുറിച്ച് പീസസ് ആക്കുകയാണ് ഈ ലേഡീസ് എല്ലാം ഇവിടെ ഇരുന്നിട്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റിയാണിത്. ഇതും കഴിക്കാമെന്നാണ് പറയുന്നത്, പക്ഷേ പുളി കൂടുതലാണ്, വൈൽഡ് വെറൈറ്റി. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റി. അപ്പോൾ മനസ്സിലായല്ലോ, പാഷൻ ഫ്രൂട്ടിൻ്റെ പോലത്തെ ആ പാഷൻ ഫ്രൂട്ട് തന്നെയാണെന്ന് പറയാം. അതിൻ്റെ ഇലയും വള്ളിയും എല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. അത് കട്ട് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ഇത് അവരവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ഭാഗത്തായിട്ട് അത് ഉണക്കാനും ഇട്ടിട്ടുണ്ട്. ഇതാണ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കൃഷി സ്ഥലങ്ങളൊക്കെ കാണണ്ടേ, ഉള്ളിലേക്ക് പോകാം.